ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുമായി സച്ചിൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. സച്ചിൻ, ഇന്ന് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗമൊക്കെ ഉണ്ട്. എന്ത് പറയാനാണ്, ഒരു നാട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ അവരുടെ പൂരം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതിനെ അത്രയേറെ വർണ്ണാഭമാക്കാൻ നടത്തിയ ഓരോ നീക്കങ്ങളും അതാണ് ഈ എന്തെന്നറിയില്ല ഒരു വലിയ ദുരന്തമായി മാറിയത്. എന്താണ് തുടർ നീക്കങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെയും അതേപോലെ സർക്കാരിൻ്റെയും ഒക്കെ? സേതു, തീർച്ചയായും ഇന്ന് നിർണായകമായ യോഗങ്ങൾ ചേരുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യോഗങ്ങളാണ് ചേരുക. അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക പൂരം ചടങ്ങ് മാത്രമായി നടത്തുക എന്നൊരു ആലോചനയൊക്കെ മന്ത്രിമാരുടെയും അതേപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും ഭാഗത്തു നിന്നെല്ലാം ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ ദേവസ്വം ഭാരവാഹികളടക്കം അംഗീകരിക്കുമോ എന്ന കാര്യമെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിന് കാത്തിരിപ്പാണ് തൃശ്ശൂർ പൂരം. ലോകത്തെ എല്ലാ മലയാളികളും അതേപോലെ തന്നെ പൂരപ്രേമികളെല്ലാം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. അതുകൊണ്ട് തന്നെ പൂരം ഏത് രീതിയിൽ നടത്തണം, വലിയൊരു ദുരന്തം തന്നെയാണ് പൂരത്തിൻ്റെ വെടിക്കോപ്പുകളും സൂക്ഷിച്ച കേന്ദ്രത്തിൽ, അതായത് വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ നാടിനെ നടുക്കിയ ഈ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് തന്നെയായിരിക്കും പൂരം ചടങ്ങുകൾ മാത്രമായി നടത്തണോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ കൂടെ ഉൾപ്പെടുത്തി നടത്തണോ എന്ന കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാവുക. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നിർണായക യോഗങ്ങൾ ഇന്നുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ തന്നെ ഈ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കുള്ള ധനസഹായം അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി മന്ത്രിസഭ യോഗമടക്കം ചേരാനുള്ള ഒരു സാധ്യത കൂടെയുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും മന്ത്രിസഭ യോഗം ചേരുക എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും കൂടാതെ ദേവസ്വം മന്ത്രി VN വാസവൻ അടക്കമുള്ളവരെല്ലാം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾക്കായി വിദഗ്ധ മെഡിക്കൽ സംഘത്തെ അടക്കം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും തിരുവനന്തപുരത്തു നിന്നും അതേപോലെ തന്നെ പാലക്കാട് നിന്നുമൊക്കെയുള്ള ഒരു പ്രത്യേക മെഡിക്കൽ സംഘം തന്നെയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത്. കൂടാതെ അല്പസമയം മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത്. കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവും എന്നത് തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. പെസോയുടെ പരിശോധന അടക്കം ഈ മേഖലയിൽ ഉണ്ടാവും. ദുരന്തത്തിന്റെ കാരണം എന്താണ് മറ്റ് ദുരൂഹതകൾ വല്ലതും ഉണ്ടോ, ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിക്കാനുള്ള കാരണം തുടങ്ങിയവയിലെല്ലാം തന്നെ കൃത്യമായ ഒരു പരിശോധന ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാവും എന്ന കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ ഈ പ്രദേശത്ത്, അതായത് ദുരന്തം നടന്ന മുണ്ടത്തിക്കോട് പ്രദേശത്ത് കടാവർ ഡോഗുകളെയും അതേപോലെ തന്നെ മറ്റ് ഡ്രോൺ അടക്കമുള്ള ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടക്കുകയാണ്. അതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ ശരീരാവശിഷ്ടങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയാണ് പരിശോധന നടത്തുന്നത്. കൂടാതെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീപിടുത്തം ഉണ്ടാവാനുള്ള സാഹചര്യം തുടങ്ങിയവയും അന്വേഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സംഘം ഈ മുണ്ടത്തിക്കോട് പ്രദേശത്ത് എത്തിച്ചേരും. അതുകൂടാതെ ഈ പ്രദേശത്ത്, അതായത് സംഭവം നടക്കുമ്പോൾ എത്ര പേര് ഉണ്ടായിരുന്നു, 40-ലധികം പേർ ഉണ്ടായിരുന്നു എന്ന ഒരു കണക്കൊക്കെയാണ്. എന്നാൽ അതിലൊരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. കാരണം ആ സമയത്ത് ചില ആളുകളൊക്കെ പുറത്തേക്ക് പോയിരുന്നു, മറ്റ് ചില ആളുകളൊക്കെ വന്നിരുന്നു എന്ന കാര്യമൊക്കെയാണ് രക്ഷപ്പെട്ടവരും അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്. അതിലെല്ലാം കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ 13 പേരുടെ മരണമാണ് നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ചില ശരീരഭാഗങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ DNA പരിശോധനകളെല്ലാം നടത്തേണ്ടതുണ്ട്. ആ പരിശോധനകൾക്കെല്ലാം ശേഷം മാത്രമാണ് നമ്മുടെ ലോകത്തെ അതേപോലെ തന്നെ രാജ്യത്തെ നടുക്കിയ തൃശ്ശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരികയുള്ളൂ. എന്തായാലും ശക്തമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാവും. മറ്റ് പൂരവുമായി ബന്ധപ്പെട്ട പൂരം ചടങ്ങ് മാത്രമാക്കണമോ അല്ലെങ്കിൽ പൂരം എല്ലാ ഭംഗിയോടുകൂടെ നടത്തണമോ, മുഴുവൻ ചടങ്ങുകളും ഉൾപ്പെടുത്തി നടത്തണമോ എന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ദേവസ്വം ഭാരവാഹികളുടെയും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം യോഗം ചേരുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ ഉച്ചക്ക് 3:20 തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട്, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ളത്. സമീപ പ്രദേശത്തെ ആളുകളെല്ലാം ഇത്തരത്തിൽ ഒരു ദുരന്തം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് തങ്ങളുടെ വീടുകളിലെല്ലാം വലിയ രീതിയിലുള്ള കുലുക്കം, അതായത് ഭൂചലനം ഉണ്ടാവുന്ന തരത്തിലുള്ള ഒരു കുലുക്കമൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നു. വീടുകളുടെ ഗ്ലാസ് ചില്ലുകൾ പൊട്ടി വീഴുന്നു. അപ്പോഴാണ്
ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനമാണ് ഈ പ്രദേശത്ത് നടന്നത് എന്ന കാര്യമെല്ലാം ആളുകൾ അറിയുന്നത്. ഉടൻ തന്നെ പുറത്തേക്ക് ഓടിയപ്പോഴാണ് ഈ പാടശേഖരത്തിന് നടുവിലുള്ള വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ നിന്നും വെടിക്കെട്ടുകളും അതേപോലെ തന്നെ ശബ്ദങ്ങളെല്ലാം പുറത്തു വന്നത്, ശക്തമായ പുക പുറത്തു വരുന്നു. അപ്പോഴാണ് ഇത് ദുരന്തമാണ് എന്ന വിവരം നാട്ടുകാരും അറിയുന്നത്. ഉടൻ തന്നെ പോലീസിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും എല്ലാം വിവരം അറിയിക്കുകയായിരുന്നു. അതാണ് 13 പേരുടെ ജീവൻ പൊലിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്.